കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: എന്താണ് പ്രോമിസ്? സോ അതിനാദ്യം കോൾ ബാക്ക് എന്താണെന്നൊന്ന് അറിയണം. സോ അതൊന്ന് ചുരുക്കി പറയാം. കോൾ ബാക്ക് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കോഡിൽ നിന്നും നമ്മളൊരു API കോളുകൾ വല്ലതും വിളിക്കാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു URL നിന്നും നമുക്കൊരു ഡാറ്റ വേണം. സോ അങ്ങനെ വരുന്ന കേസിനകത്ത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കോഡ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അവിടുന്ന് ഡാറ്റ എടുക്കാനുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലൈൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യും ലാസ്റ്റ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ലൈൻ കോഡ് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം? ഈ ഡാറ്റ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം വേറെ സെർവറിലായിരിക്കും ഡാറ്റ എടുക്കുന്നുണ്ടാവുക. അപ്പോഴത്തെ പ്രോസസ്സിംഗ് ടൈം അനുസരിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ? സോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ വളരെ സ്ലോ ആവും. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറലി ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ഇത് റിക്വസ്റ്റ് കോൾ ചെയ്യും, അതിനുശേഷം ഈ കോഡും എക്സിക്യൂട്ട് ചെയ്ത ശേഷം എപ്പോൾ ഡാറ്റ തിരിച്ചു വരുന്നോ ആ സമയത്ത് ഈ പറഞ്ഞു കൊടുത്ത ഫംഗ്ഷൻ പിന്നീട്, അതായത് അസിൻക്രണസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഫംഗ്ഷനാണ് കോൾ ബാക്കുകൾ എന്ന് വിളിക്കുന്നത്. കോൾ ബാക്കിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ആ വീഡിയോ തീർച്ചയായും കാണുക. ഓക്കെ, ഈ കോൾ ബാക്കിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡ് മാനേജ് ചെയ്യാനൊക്കെ ഒരു ഇത്തിരി പാടാവും. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതൊന്ന് കുറച്ച് അറേഞ്ച് ചെയ്യാം. നമ്മൾ ഈ API കോൾ വിളിക്കുന്ന ഈ ഒരു പാർട്ട്, ഓക്കെ, ഇത് മാത്രമായിട്ട് നമുക്ക് ഈ പറയുന്ന ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എഴുതാം. സോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഈ പറഞ്ഞ കൺസോളൊക്കെ എടുത്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഇതാർക്കോ ആണോ ആവശ്യം അത് നമുക്ക് ഗെറ്റ് ഡാറ്റ വെച്ചിട്ട് അവരവർ ഒരു URL പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ URL-ന് ഡാറ്റ കിട്ടണം. ഓക്കെ, സോ ഈ പാസ് ചെയ്ത് വരുന്ന URL ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. ഓക്കെ, നമുക്കിനി ഗെറ്റ് ഡാറ്റ വിളിക്കാം. ഗെറ്റ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഈ സ്ക്രിപ്റ്റിനകത്ത് നിന്ന് വിളിക്കാം. ഗെറ്റ് ഡാറ്റ അത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമുക്ക് URL ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, സോ ഇനി നമ്മൾ ഇവിടെ നിന്നാണ് കോൾ വിളിക്കുന്നത്. സോ ഇവിടെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ റെസ്പോൺസും കിട്ടുന്നത്, ഡാറ്റയും കിട്ടേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഡാറ്റ കിട്ടാൻ കോൺസ്റ്റ് ഡാറ്റ ഈസ് ഈക്വൽ ടു ഇങ്ങനെ റിട്ടേൺ വാല്യൂവിൽ നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്ന അസിൻക്രണസ് ആയിട്ടാണ്. റിട്ടേൺ നേരത്തെ നടക്കും. അപ്പോൾ റിട്ടേൺ ഇപ്പോഴും അൺഡിഫൈൻഡ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ റെസ്പോൺസ് വന്നിട്ട് ഈ ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ റെസ്പോൺസ് വന്ന ശേഷമേ നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ കേസിൽ കോൾ ബാക്ക് ഫംഗ്ഷൻ തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഇവിടെ കൊടുക്കാം. ഇതിനകത്ത് ഡാറ്റ വരും എന്ന രീതിയിലാക്കാം. ഓക്കെ, സോ നമ്മൾ ഗെറ്റ് ഡാറ്റയ്ക്കകത്ത് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കോൾ ബാക്ക് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഡാറ്റ എപ്പോൾ കിട്ടുന്നോ ആ കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ കോൾ ബാക്ക് വിളിക്കാം. ഓക്കെ, കോൾ ബാക്ക് വിളിക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നമുക്ക് JSON-ലോട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ആ ഡാറ്റ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡാറ്റ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇവിടെ വേണ്ട. ഓക്കെ, ഇവിടെ .js എന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ കോൾ ബാക്കുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ റെസ്പോൺസ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, ഇത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് മെയിൻറ്റൈനബിലിറ്റിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അത് എപ്പോഴാണ് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസ്പോൺസ് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇനിയൊരു API കോളും കൂടി വിളിക്കണം. ഫോർ എക്സാമ്പിൾ, സോ ഇതിനകത്തൊരു യൂസർ ID വരുന്ന റെസ്പോൺസിനകത്ത് ആ യൂസർ ID വെച്ചിട്ട് ആ യൂസറിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ, സോ ഡാറ്റ ഡോട്ട് യൂസർ ID എന്ന് പറഞ്ഞിട്ട് യൂസർ കിട്ടി. ഇനി നമുക്ക് ഈ യൂസർ ID വെച്ചിട്ട് യൂസറിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണം. സോ അത് കിട്ടാനുള്ള URL ആണ്. സോ ഇതാണ് URL. ഇതിൻ്റെ അറ്റത്ത് യൂസർ ID എത്രയെന്ന് വെച്ചാൽ അതും കൊടുക്കണം. സോ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗെറ്റ് ഡാറ്റ ഉപയോഗിക്കാം. ഗെറ്റ് ഡാറ്റ എന്നിട്ട് നമുക്ക് URL കൊടുക്കാം, ബാക്ക് ടിക്കറ്റ് കൊടുക്കാം. ഈ രണ്ടിന് പകരം യൂസർ ID കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് അതിന് നമ്മൾ കോൾ ബാക്ക് കൊടുക്കണം. സോ ഇവിടെ ഒരു ഡാറ്റ കിട്ടും. എന്നിട്ട് ആ ഡാറ്റ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. ഡാറ്റ പ്രിൻറ്റ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസറിൻ്റെ ഇൻഫോർമേഷൻ അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ സമയത്ത് ഒരു കോൾ ബാക്കിന് അകത്താണ് വേറെ കോൾ ബാക്ക് വരുന്നത്. സോ ഇങ്ങനെ എഴുതുന്നതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരുപാട് API കോളുകൾ വരുമ്പോൾ, സോ അത് കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് നമ്മൾ കോളുകൾ ചെയ്യുമ്പോൾ ഈ ഒരുപാട് API കോൾസുകൾ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്നിൽ കൂടുതൽ API കോൾസ് നമുക്ക് ഇവിടെ നടത്തേണ്ടി വരും. അതിൻ്റെ റെസ്പോൺസ് എടുത്തിട്ടായിരിക്കും വേറൊരു API കോൾ നടത്തേണ്ടി വരിക. ഓക്കെ, സോ അതുപോലെ തന്നെ എറർ ഹാൻഡ്ലിംഗ് വരാറുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റാറ്റസ് 200 അല്ലെങ്കിൽ എൽസ് ഇഫ് നമുക്ക് എറർ വല്ലതും ചെയ്യണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു എറർ കോൾ ബാക്ക് വേണമെങ്കിൽ കൊടുക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഒരു എറർ കോൾ ബാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ കോൾ ബാക്കിൽ തന്നെ ഒരു സ്റ്റാറ്റസ് എറർ ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നെസ്റ്റഡ് ആയിട്ട് കോഡ് ചെയ്യുന്നത് വളരെ 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 ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായി മാറും. ഇത് എത്ര ബുദ്ധിമുട്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രോഗ്രാമേഴ്സിൻ്റെ ഇടയിൽ ഇതിനെ കോൾ ബാക്ക് ഹെൽ എന്നും കൂടി വിളിക്കാറുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ബേസിക് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രോബ്ലമാണ് പ്രോമിസ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. സോ ഈ പ്രോമിസ് എങ്ങനെ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു API വിളിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ റിസീവ് ചെയ്യാനുള്ള കോൾ ബാക്കും അവിടെ തന്നെ കൊടുക്കുകയാണ്. പിന്നെ അടുത്ത API വിളിക്കുമ്പോൾ അവിടെ തന്നെ കോൾ ബാക്ക് കൊടുക്കുകയാണ്. സോ കോൾ ബാക്ക് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ എപ്പോൾ API കോൾ വിളിക്കുന്നു അപ്പം തന്നെ കോൾ ബാക്ക് വിളിക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. സോ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ടൈറ്റ്ലി കപ്പിൾഡ് ആവുന്നത്. ഓക്കെ, സോ പ്രോമിസ് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രോമിസ് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒരു ഒബ്ജക്റ്റിനകത്ത് ഈ പറയുന്ന ഡാറ്റ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. പ്രോമിസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് ഈ ഡാറ്റ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അതായത് കോൾ വിളിക്കുമ്പോൾ തന്നെ ഈ കോൾ ബാക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം
അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിനകത്ത് കോൾ ബാക്ക് കൊടുത്തിട്ട് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റും. ആ ഒരു ചെറിയ വ്യത്യാസം കാരണം ഈ കോഡ് എഴുതുമ്പോൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പ്രോമിസ് അതുകൊണ്ട് തന്നെ ഒരു മിയർ ആയിട്ടുള്ള സാധാരണ ഒരു ഒബ്ജക്റ്റ് അല്ല, അതിനൊരു ക്ലാസ് അവൻ ഡിഫൈൻ ചെയ്ത് കുറച്ച് ലോജിക്കൊക്കെ അവൻ എഴുതിയിട്ടുണ്ട് അവൻ്റെ ഇൻറ്റേർണൽ കോഡുകൾ. സോ ആ ക്ലാസിൻ്റെ ആണ് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോമിസ് ഉപയോഗിക്കുന്നത്. പ്രോമിസിൻ്റെ ക്ലാസ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ പ്രോമിസിന് വേണ്ടി ഉണ്ടാക്കുന്നത്. സോ അതിനകത്ത് ബേസിക്കലി ഡാറ്റ ഉണ്ടാവും. ഈ ഡാറ്റയ്ക്കകത്തായിരിക്കും നമ്മുടെ API കോളൊക്കെ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ അതിനൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. ആ സ്റ്റാറ്റസ് നമ്മൾ ഫെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കിട്ടാൻ കുറച്ച് സമയം ഉണ്ടാവും. അത്രയും സമയത്തിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും. വൺസ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറി ഫുൾഫിൽഡ് എന്നാവും. ഈ ഫുൾഫിൽഡിന് റിസോൾവ് ആയി എന്നും പറയാറുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ആ ഡാറ്റയ്ക്ക് വല്ല എറർ ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് നമ്മൾ റിജക്റ്റ് ആയി എന്ന് പറയും. സോ ഇനി നമ്മൾ നേരത്തെ ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ ഇത് പ്രോമിസ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോമിസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഇത് ബേസിക്കലി ഇത് തന്നെ മുകളിലോട്ടൊന്ന് കോപ്പി ചെയ്തിടാം. ഇതിന്റെ പേര് തൽക്കാലം ഫെച്ച് ഡാറ്റ എന്നാക്കാം. സോ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിനകത്ത് നമുക്ക് ഈ കിട്ടുന്ന ഡാറ്റ, ഈ റെസ്പോൺസ് കിട്ടുന്ന ഈ ഒരു ഡാറ്റ ഈ പ്രോമിസിലെ ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഈ വാല്യൂവിനകത്ത് കേട്ടണം. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോമിസ് ഇംപ്ലിമെന്റ് ആയി. ഓക്കെ, സോ അതിന് ബേസിക്കലി ഇവർ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ടർ തരുന്നുണ്ട്. ആ കൺസ്ട്രക്ടറിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കാം. ആ ഫംഗ്ഷൻ പ്രോമിസ് വിളിച്ചോളും. പ്രോമിസ് വിളിക്കുന്ന സമയത്ത് അവർ 2 ഫംഗ്ഷൻ നമുക്ക് പാസ് ചെയ്ത് തരുന്നുണ്ട്. ഒന്ന് റിസോൾവ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഒന്ന് റിജക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും. സോ നമുക്ക് നമ്മളുടെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമുക്കിവിടെ ഡാറ്റ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ റിസോൾവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇത് എറർ അടിക്കുന്ന സമയത്ത് നമ്മൾ റിജക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കണം. ഓക്കെ, സോ റിസോൾവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഒരു ഡാറ്റയ്ക്കകത്ത് നമ്മുടെ ഡാറ്റ പോയി കിടക്കും, ഇതിന്റെ സ്റ്റാറ്റസ് മാറിയിട്ട് ഫുൾഫിൽഡ് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോമിസിനകത്ത് ഡാറ്റ സ്റ്റോർ ആയി. എന്നിട്ട് നമുക്ക് പ്രോമിസിന്റെ ഒബ്ജക്റ്റ് കിട്ടി. ആ ഒബ്ജക്റ്റ് നമുക്ക് പിന്നെ എടുത്തു വയ്ക്കാം. നമുക്ക് അപ്പം തന്നെ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിക്കണമെന്നില്ല. എന്നിട്ട് എപ്പോൾ നമുക്ക് ഉപയോഗിക്കണോ ആ സമയത്ത് നമുക്ക് ദെൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്കൊരു കോൾ ബാക്ക് കൊടുത്തിട്ട് നമുക്ക് ഡാറ്റ പോകുകയാണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങാനും എറർ വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോൾ ബാക്ക് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എററും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോമിസ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സോ ഈ ഫംഗ്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് ന്യൂ പ്രോമിസ്. ഓക്കെ, ഈ പ്രോമിസ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ആ കൺസ്ട്രക്ടറിനകത്ത് ഒരു ആർഗ്യുമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ പ്രോമിസ് വിളിക്കുന്നതാണ്. വിളിക്കുമ്പോൾ അവൻ റിസോൾവ് റിജക്റ്റ് എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻ തന്നിട്ടാണ് വിളിക്കുന്നത്. സോ അതിനകത്ത് റിസോൾവ് റിജക്റ്റ് എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻ വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ കോൾ ബാക്ക് വിളിക്കുന്നതിന് പകരം നമ്മൾ ഈ റിസോൾവ് ആണ് വിളിക്കുന്നത്. അപ്പോൾ റിസോൾവ് വിളിക്കണമെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് റിസോൾവ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മൊത്തം ലോജിക്ക് നമ്മൾ നേരെ ഇതിനകത്ത് കൊണ്ടെഴുതണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്ക് റിസോൾവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് എഴുതിയ ശേഷം നമുക്ക് ഡാറ്റ സക്സസ് ആകുമ്പോൾ ഇവിടെ കോൾ ബാക്ക് വിളിക്കുന്നതിൻ്റെ പകരം നമ്മൾ റിസോൾവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ ഡാറ്റ പാസ് ചെയ്യും. ഇനി നമുക്ക് എന്തെങ്കിലും എറർ വരുന്ന സമയത്ത് നമ്മൾ റിജക്റ്റ് വിളിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക് എറർ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ദിസ് ഈസ് എറർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രോമിസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് കിട്ടും. സോ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത കോൾ ബാക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതെടുത്ത് കളയാം, URL മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഡാറ്റ എവിടെ ഉണ്ടാവും, ഡാറ്റ ഇനിയിപ്പോൾ ഈ പ്രോമിസിനകത്താണ് ഉണ്ടാവുക. ഈ പ്രോമിസിനകത്ത് ഡാറ്റ നമുക്ക് അപ്പം തന്നെ നമുക്ക് റീഡ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രോമിസ് നമുക്ക് അതുകൊണ്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം. പ്രോമിസ് റിട്ടേൺ ചെയ്യാം. ഇനി ഇത് ഉപയോഗിക്കുന്നവൻ അവൻ എപ്പോഴാണോ ഇത് ആവശ്യം അപ്പോൾ ഉപയോഗിച്ചാൽ മതി. അതാണ് പ്രോമിസിൻ്റെ ഒരു ഗുണം. ഇനി ഈ പ്രോമിസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ പ്രോമിസ് ഉണ്ടാക്കുന്നത് വളരെ റെയർ ആണ്. കാരണം ഫെച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മളോട് കാണിക്കാൻ വേണ്ടി പുതിയതൊരെണ്ണം ഉണ്ടാക്കിയതേ ഉള്ളൂ. അതുപോലെ തന്നെ ആക്സിയോസ് എന്ന് പറഞ്ഞ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവനും അവൻ്റേതായിട്ടുള്ള ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനൊക്കെ തരുന്നുണ്ട്. അതിനകത്ത് അവർ ബേസിക്കലി അവർ ഇന്റേണലി പ്രോമിസ് ഈ ഒബ്ജക്റ്റ് ബിൽഡിംഗ് ഒക്കെ അവൻ തന്നെ ചെയ്തോളും. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് പ്രോമിസ് ഉപയോഗിക്കാനാണ്. ആ കിട്ടുന്ന പ്രോമിസിന് എങ്ങനെ ഡാറ്റ എടുക്കാം, എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. ഇനി ചില സമയത്ത് നമുക്ക് പ്രോമിസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ API കോളിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ നമുക്ക് പ്രോമിസായിട്ട് മാറ്റണമെങ്കിൽ, ഉദാഹരണത്തിന് സെറ്റ് ടൈം ഔട്ട്, അതിനകത്തൊരു അസിൻക്രണസ് കോൾ ബാക്ക് ആണ്. ഇനി അത് നമുക്ക് പ്രോമിസായിട്ട് മാറ്റണമെങ്കിൽ, സോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ന്യൂ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുതിയ പ്രോമിസ് ഉണ്ടാക്കാം. സോ നമുക്ക് ഇനി ഈ ഫെച്ച് ഡാറ്റ ഉപയോഗിക്കാം. സോ ഈ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് പോവാം. സോ ഇതിന് പകരം ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ URL കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് പ്രോമിസ് ഇവിടെ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇത് ഒക്കെ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ URL നിന്നും ആ ഡാറ്റ അവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത് അവൻ എടുത്തിട്ട് അവൻ പ്രോമിസിൻ്റെ ഒബ്ജക്റ്റിൽ അവൻ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് എപ്പോഴാണോ ആവശ്യം, അപ്പോൾ ആ സമയത്ത് ഈ PR.then എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ റിസോൾവ് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്ത ഡാറ്റ എന്താണോ അത് ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ഇപ്പോൾ തന്നെ PR.then എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ API റിസോൾവ് ആയിട്ടുണ്ടാവില്ല, API പോയിട്ടേ ഉണ്ടാവുള്ളൂ.
അവരുടെ സെർവറിൽ നിന്ന് ചിലപ്പോൾ എടുക്കാൻ കുറച്ച് ടൈമൊക്കെ കൊടുക്കും. സോ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് എപ്പോഴാണോ ഈ ഡാറ്റ വരുന്നത് ആ സമയത്താണ് ഈ കോൾ ബാക്കിനകത്ത് ഡാറ്റ കിട്ടത്തുള്ളൂ. ഇനി അല്ല ഓൾറെഡി ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ പെട്ടെന്ന് തന്നെ അത് റിസോൾവ് ആവും. ഓക്കെ, സോ നമ്മൾ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ കാണാൻ പറ്റും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ, സോ ഇതിനകത്ത് നിന്നൊരു യൂസർ ID എടുത്തിട്ട് അടുത്ത ഫംഗ്ഷൻ വിളിക്കണം. ഓക്കെ, സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ യൂസർ ID ആദ്യം എടുത്തു. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഫെച്ച് ഡാറ്റ ഉപയോഗിച്ചിട്ട് ആ യൂസർ ID വെച്ചിട്ട് നമുക്കൊരു കോൺസ്റ്റ് പുതിയ പ്രോമിസ് ഉണ്ടായി. എന്നിട്ട് നേരത്തെ ഇപ്പോൾ പ്രോമിസിനകത്ത് ആ യൂസറിൻ്റെ ഡാറ്റ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ റിസോൾവ് ചെയ്യാം. ഓക്കെ, പുതിയ പ്രോമിസ് 1 ഡോട്ട് ദെൻ ഉപയോഗിച്ചിട്ട് ഡാറ്റ 2 നമുക്ക് ഡാറ്റ 2 പ്രിൻറ്റ് ചെയ്യാം. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യൂസർ ഇൻഫോർമേഷൻ വന്നിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. അതായത് ഇവിടെയും ഇതിപ്പോൾ നെസ്റ്റഡ് ആണ്, ഒരു കോൾ ബാക്കിൻ്റെ ഉള്ളിലാണ് മറ്റേ കോൾ ബാക്ക്. ഓക്കെ, സോ ഇത് എങ്ങനെ എടുത്ത് കളയാം എന്നുള്ളതാണ് ഈ ഒരു പ്രോമിസിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ അതെങ്ങനെ എടുത്ത് കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോമിസിൻ്റെ ദെന്നില്ലേ അത് റിട്ടേൺ ചെയ്യണതും ഒരു പ്രോമിസ് ആയിരിക്കും. നമുക്കൊരു കോൺസ്റ്റ് PR2 എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പ്രോമിസ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോമിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസോൾവ് ആവുന്നത് നമ്മൾ ഈ ഒരു കോൾ ബാക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ, ഈ ഒരു കോൾ ബാക്കിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ പ്രോമിസ് എപ്പോഴാണോ റിസോൾവ് ആവുന്നത് അപ്പോഴായിരിക്കും ഈ PR2 റിസോൾവ് ആവുക. ഓക്കെ, സോ അങ്ങനെ വരുന്ന കേസിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ദെൻ ഇവിടെ നിർത്തി കളയാം. ഓക്കെ, സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതൊരു പ്രോമിസാണ്. ഓക്കെ, ഈ പ്രോമിസ് നമുക്ക് റിട്ടേൺ ചെയ്യാം PR1. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കേസിൽ ഈ PR1 റിസോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും PR2 റിസോൾവ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് പ്രോമിസ് PR1 റിസോൾവ് ചെയ്യുമ്പോൾ ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ PR2 റിസോൾവ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ PR2വിനെ നമുക്ക് വേണമെങ്കിൽ തത്വത്തിൽ PR1 ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, PR2 ഡോട്ട് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR1 റിസോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡാറ്റ. എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കിയാലോ, ആ ഡാറ്റ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ നമ്മളെന്താ ഇപ്പോൾ ബേസിക്കലി ചെയ്തത്, ആ നെസ്റ്റിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അത് കോഡ് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ PR2 ഡോട്ട് ദെൻ എന്ന് പറഞ്ഞാൽ ഈ ദെൻ റിട്ടേൺ ചെയ്യുന്നതാണല്ലോ ഈ PR2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ PR2വിന് പകരം ഇങ്ങനെ അത് ഡോട്ട് ദെൻ ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. അതുപോലെ തന്നെ PR എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, PR ഡോട്ട് ദെൻ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ആ ഫെച്ച് ഡാറ്റ ഡോട്ട് ദെൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പ്രോമിസ് ചെയ്താം. ഓക്കെ, സോ ഈ ഫസ്റ്റ് PR എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ടാബും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഒരു പ്രോമിസ്. സോ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. പ്രോമിസ് അത് നമുക്ക് പിന്നീട് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ സൂക്ഷിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് പ്രോമിസ്. സോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ് എന്തോ ആണോ അതാണ് ഇവിടെ റിസോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഇതാണ് പ്രോമിസ് ചെയിനിങ്. സോ ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവിടെ പ്രോമിസ് തന്നെ റിട്ടേൺ ചെയ്യണമെന്നില്ല. ഇവിടെ പ്രോമിസ് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റയാണ്, ഫോർ എക്സാമ്പിൾ ഇന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 113 റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ ഇവിടെ ഡാറ്റയിൽ ഇമീഡിയറ്റ് ആയിട്ട് അവൻ റിസോൾവ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ 114 വന്നിട്ടുണ്ട്. സോ അതാണ് ബേസിക്കലി പ്രോമിസസ്. സോ പ്രോമിസിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇനിയും ഫംഗ്ഷനുകളുണ്ട്, റിസോൾവ്, റിജക്ട്, ഓൾ, സെറ്റിൽ, ലിനിയർ, ഇങ്ങനെ കുറേ ഫംഗ്ഷനുകളുണ്ട്. ഓക്കെ, സോ പിന്നെ അതുപോലെ ക്യാച്ച്, ഫൈനലി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സോ ഈ ചാനലിൽ തന്നെ മുന്നേ ഞാൻ ചെയ്ത കുറച്ച് വീഡിയോസ് കിടക്കുന്നുണ്ട്. സോ അത് നോക്കിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോമിസിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടും. സോ തീർച്ചയായും ആ വീഡിയോസും കൂടി കാണുക. സോ അത്രയുള്ള വീഡിയോനകത്ത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.